എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കേരള മഹിളാ സമഖ്യ സൊസൈറ്റി മലപ്പുറം ജില്ലാ യൂണിറ്റിന്റെ 15ാം വാർഷികവും മഹിളാ ശിക്ഷൻ കേന്ദ്രയുടെ സംഗമവും സംഘടിപ്പിച്ചു. പാലേമാട് വിവേകാനന്ദ ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മൂല്യബോധത്തോടെ ഉറച്ചുനിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കേണ്ടതുണ്ടെന്ന് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഒരു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരിൻ്റെയോ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്ന കുട്ടികളെയല്ല നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ തളരാതെ മൂല്യബോധത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് നമ്മുടെ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ. അതുപോലെ തന്നെയാണ് പോക്സോ കേസുകളിൽ പ്രതികളാകുന്ന അധ്യാപകരുടെ എണ്ണം ഭീഷണമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. വീടുകളിൽ രക്ഷയില്ല, വിദ്യാലയങ്ങളിൽ രക്ഷയില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകും? മാർഗദർശികളായിരിക്കണം നമ്മുടെ അധ്യാപകർ. 114ഓളം കേസുകളിലാണ് അധ്യാപകർ പോക്സോ കേസിൽ കുടുങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും വലിയ നമ്പറായിരിക്കാം. നമ്മുടെ കുട്ടികളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു പോകുന്ന ഒരേ ഒരു സ്ഥലം വിദ്യാലയങ്ങളാണെന്ന് മനസ്സിലാക്കണം. പോലീസ് സ്റ്റേഷനുകളിലോ ജില്ലാ കളക്ടറുടെ ബംഗ്ലാവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഭവനങ്ങളിലോ ഒന്നും ഒരു വ്യക്തിയും തൻ്റെ മക്കളെ കൊണ്ട് നിർത്തിയിട്ട് ആത്മവിശ്വാസത്തോടെ പോകുന്നില്ല. ഒരു 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, രാവിലെ 8 മണി മുതൽ 4 മണി വരെ വിശ്വസിച്ച് നാം ഏൽപ്പിക്കുന്നത് നമ്മുടെ അധ്യാപകരിലാണ്, നമ്മുടെ സ്കൂളുകളിലാണ്, നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. അതൊരു വല്ലാത്ത ഒരു വിശുദ്ധമായ ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ, ആ കരാറിനെ നാം ഒരിക്കലും പൊളിച്ചെഴുതുവാൻ വേണ്ടി പാടില്ല. അതിന് കളങ്കം വീഴ്ത്തുന്ന ഒരു നടപടിയും അധ്യാപക അനധ്യാപക വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. വിദ്യാഭ്യാസമെന്നും വിദ്യാലയമെന്നുമുള്ള അടിസ്ഥാന സങ്കല്പത്തെ തന്നെ അത് തകർത്തെറിയും. നങ്കപ്പാളി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി M ഷാബിർ ഇബ്രാഹിം എന്നിവർ വിശിഷ്ടാതിഥികളായി. മഹിളാ ശിക്ഷൻ കേന്ദ്രയ്ക്ക് 10 സെന്റ് സ്ഥലം വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി KR ഭാസ്കരൻ പിള്ള നൽകി. ഈ സ്ഥലത്ത് കെട്ടിടം പണിയാൻ 10 ലക്ഷം രൂപ നൽകുമെന്ന് PV അബ്ദുൽ വഹാബ് MPയും അറിയിച്ചു. KR ഭാസ്കരൻ പിള്ള, ഡെപ്യൂട്ടി DMO നൂന മർജൻ, ജനമൈത്രി എക്സൈസ് സ്ക്വാഡ്, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ, കീസ്റ്റോൺ ഫൗണ്ടേഷൻ തുടങ്ങി 16ഓളം പേർക്കും സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമു, കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, മുൻ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ ആര്യാടൻ ഷൌക്കത്ത്, മഹിളാ സമിതി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ M റജീന തുടങ്ങിയവർ സംസാരിച്ചു. കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മണിയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.